ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ വേറൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. നമ്മളിപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ കാപ്പിന്ന് സ്റ്റാർട്ട് ചെയ്തു. ചിയാ സീഡൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എനിക്ക് കുടിക്കാനൊരു ഗുമ്മില്ല. പിന്നെ ഏട്ടൻ ചെറുതായിട്ടൊരു പനി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടനും കൊടുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മടിയായിട്ട് ഞാനും കുടിച്ചില്ല. അത് കാട്ടിക്കളഞ്ഞു സത്യം പറഞ്ഞാൽ. പിന്നെ അപ്പം ഏട്ടൻ പറഞ്ഞു ഏട്ടന് പൂരി വേണ്ട, ഏട്ടന് കഴിക്കാൻ തോന്നണില്ല, കഞ്ഞി മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം നമുക്ക് വേണ്ടി മാത്രമുള്ള പൂരി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം വേറെ കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ചോറ് വെക്കണില്ല. ഓൾറെഡി ഫ്രിഡ്ജിൽ ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ചോറ് നമ്മൾക്കിവിടെ പൊതുവേ ചോറിന് കുറച്ച് വേവ് കുറവാണ്. അത്ര കണ്ട് വേവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കഞ്ഞീൻ്റെ പാകത്തിനുള്ളതല്ല. അപ്പം നമ്മൾ അതൊന്ന് കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റ് കഞ്ഞീൻ്റെ പാകത്തിനാകും. അപ്പം നമ്മളിങ്ങനെ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചു. ഞാനിന്നിപ്പം കുഴച്ച് അധികം നേരമൊന്നും ഇരുന്നില്ല. കാരണം എന്താ പറയുക, ഇന്നലെ രാത്രി ഞാൻ കുറച്ച് വൈകി കിടന്ന്. ഏട്ടന് വയ്യാത്തതുകൊണ്ട് ഏട്ടൻ നേരത്തെ കിടന്നു. പക്ഷേ ഞാൻ മറ്റേ ഗിർന്ന് പറഞ്ഞിട്ട് സിനിമയില്ലേ, കുഞ്ചാക്കോ ബോബൻ്റെ, ആ സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ച് വൈകിയാണ് ഞാൻ കിടന്നുറങ്ങിയത്. എനിക്ക് വലിയ കാര്യത്തിൽ സിനിമ കണ്ടില്ല കേട്ടോ, ഞാൻ ഓടിച്ചിട്ടാണ് കണ്ടത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുമെന്ന് അറിയില്ല. എനിക്ക് പേഴ്സണലി അത്ര കണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു 7:30 ആയിട്ട് ഒക്കെ യൂഷ്വലി ഞാൻ ആ സമയത്ത് എഴുന്നേൽക്കാറ്. പക്ഷേ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാനൊരു 7 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് മാവൊന്ന് കുഴച്ചിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ മാവ് എന്തായാലും കുഴച്ചൊന്നും വെച്ചില്ല. പിന്നെ ആശീർവാദിൻ്റെ ഇതുകൊണ്ട് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു നമ്മൾ സോഫ്റ്റായിട്ട് വരും എന്നുള്ളത്. നമ്മളിപ്പം റേഷൻ കടയിലെ മാവ് വെച്ചിട്ട് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എനിക്ക് സോഫ്റ്റ് ആവില്ല. കുറച്ച് സമയം അതിങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ഭേദം ഉണ്ടാവും. കുഴച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് സംഭവം വരാറുള്ളത്. പിന്നെ ഇപ്പം ഈ പൂരി ഞാൻ പരത്തുന്ന ഒരു ട്രിക്കില്ലേ, ഈസി ആയിട്ടുള്ളത്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയണില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ ഇവിടെ മിക്കപ്പോഴും ഇപ്പോൾ പൂരി ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് ഇങ്ങനെ പരത്താനുള്ള മടി കൊണ്ട് എന്താ പറയുക, പൂരി അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ പ്രസ്സറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രസ്സറിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളകിയൊക്കെ വരും. അങ്ങനെ പിന്നെ അതൊക്കെ നിർത്തി. പിന്നെ വല്ലപ്പോഴൊക്കെ പൂരി ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഞാൻ പുറത്തായിരുന്ന സമയത്ത് ഇപ്പം എപ്പോഴെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർ വൺ എന്ന് പറഞ്ഞിട്ട് എനിക്കവിടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പൂരിയും ബാജിക്കറിയും പറയും. ഏട്ടൻ അവിടുത്തെ പുട്ടും കടലയും പറയും. അവിടുത്തെ പൊറോട്ട ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും എൻ്റെ പൊന്നി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വേറെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും ഇപ്പോൾ അവിടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാർ വണ്ണിൽ ബിരിയാണിൻ്റെ അത്ര വരില്ല, സ്റ്റാർ വണ്ണിൽ സൂപ്പിൻ്റെ അത്ര വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്യുക. പിന്നെ എന്നാണ് അതൊക്കെ കഴിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ ഏട്ടന് നമ്മുടെ കഞ്ഞിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഈ കഞ്ഞീൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ അരി ഇട്ടിട്ട് അതിലേക്ക് ചെറുപയറും തേങ്ങയും ഉപ്പും പച്ചമുളകും ഇച്ചിരി ജീരകവും കൂടി ഇട്ടിട്ട് ഞാനൊരു 3 വിസിലടുപ്പിച്ചു. 3 വിസിലടുപ്പിക്കുമ്പോഴത്തേക്കും പക്ക അടിപൊളി ടേസ്റ്റായിട്ട് വരും. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമേ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു പപ്പടം വറക്കാം, അല്ലെങ്കിൽ ഒരു ചമ്മന്തി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തനിയെ തന്നെ ഒരു അച്ചാറുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊക്കെ എൻ്റെ മിക്ക ദിവസത്തെയും അവിടുത്തെ എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണമായിരുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം കഴിക്കുക. ഇതാകുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉണ്ടല്ലോ, നമ്മൾക്ക് ചെറുപയറും കൂടെ അതിനുള്ളിലേക്ക് വരണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരണ്ടെങ്കിൽ സോറി കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അവർ മരം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചു കൊണ്ടുപോകണം ആ മെഷീൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഇത് വെച്ചിട്ട് നമ്മുടെ പൂരിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര സിമ്പിളായിട്ടോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ സമയം വരാറുണ്ട്, പരത്തി. ഇതാവുമ്പോൾ നമുക്ക് ഇടിപിടിയുന്ന സംഭവങ്ങളൊക്കെ കഴിയും. കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് സമയമേ ഉള്ളൂ. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ പൊന്നി ഞാനൊരു 6 മണി ആയപ്പോഴത്തേക്കും ടപ്പേന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ കണ്ണുറന്നതാണ്. നമ്മുടെ മേലത്തെ ആ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ലേ, ഭയങ്കര കാറ്റായിരുന്നു. മഴയുണ്ടായിരുന്നു, മഴ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എപ്പോഴാണ് കാറ്റ് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു കുറേ നേരമായിട്ട് കാറ്റും മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ രാവിലെയാണ് കണ്ടത് നമ്മളുടെ മേലത്തെ ഒരു ഷീറ്റിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് കൊണ്ട് അതിങ്ങനെ പറന്ന് പൊങ്ങി ഒരു ചെറിയ പീസ് മുറിഞ്ഞ് നിലത്തേക്ക് വീണു. ഭയങ്കര കാറ്റായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാണ്. മറ്റേ വയനാടിൻ്റെ ആ ഒരു സംഭവം പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ
ഭയങ്കര പേടിയാണ്. എന്നിട്ട് 6 മണിക്ക് ഞാൻ കണ്ണുറന്ന് പുറത്തോട്ട് വന്ന് ഒച്ചയിട്ടിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഏട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്നു. എന്നിട്ട് പിന്നെ എഴുന്നേറ്റപ്പം നമ്മൾ 7:30 ഞാൻ പിന്നെ ഈ സംഭവം ഇങ്ങനെ ഫോർക്ക് രണ്ടും കൂടെ വെച്ചിട്ട് കേട്ടോ, എന്താ പറയുക, ഈ നമ്മൾ വെള്ളമല്ല എണ്ണയിൽ കോരി ഒഴിക്കൂലേ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോർക്ക് ഞാൻ കയ്യിൽ പിടിക്കും. ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിപ്പോൾ ഞാൻ എണ്ണയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലാത്തിലും ഏട്ടൻ്റെ ഓഫിൻ്റെ എന്നൊക്കെ മിക്കപ്പോഴും നമ്മൾ മറ്റേ ചിക്കനൊക്കെ വറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് മുതലാവണില്ല, വെളിച്ചെണ്ണ ഭയങ്കര റേറ്റാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓയിലും കൂടെ മേടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ പൂരിയാണെങ്കിലും വറക്കുന്നതൊക്കെ ഓയിലാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാനിങ്ങനെ ഓയിലിൽ പൂരി വറുത്ത് കഴിച്ചപ്പോൾ എനിക്കൊരു വേറൊരു ഇത് വന്നു. കാരണം നമുക്ക് പണ്ട് മുതലേ വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഭയങ്കര ശീലമായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ സ്വാദാണല്ലോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആൻറ്റി വന്നപ്പോൾ ഇങ്ങനെ പറയണ്ടായി, അവിടെ 2 കസിൻസ് അവൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അവർക്ക് നമ്മളുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഛർദ്ദിക്കാൻ വരുമെന്ന്. വെളിച്ചെണ്ണയും തേങ്ങയൊന്നും അവർക്ക് കറികളിൽ ഒഴിക്കണത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് അവിടുത്തെ പിള്ളേർ പറയുക. നമുക്കൊക്കെ ആണെങ്കിൽ എല്ലാ കറികളിലും തേങ്ങയില്ലാത്ത കറികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന കറികളല്ലേ നമ്മൾ കേരളീയർ മറ്റേ തേങ്ങ ഇടാണ്ട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇത് ഓയിലാണ് വറക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും ഇരുന്നാലും ഇപ്പം ചിലപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടിട്ട് രാത്രി ചിലപ്പം അത് ബാക്കി വരണത് കഴിക്കാറുണ്ട്. അപ്പോഴാണെങ്കിലും ഭയങ്കര സ്വാദായിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കഞ്ഞിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഞാൻ കഴിച്ചു, അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഏട്ടൻ്റെ പനിയൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ പമ്പ കിടന്നു കേട്ടോ. നമ്മൾ പറഞ്ഞില്ല ഒരു ചേട്ടൻ്റെ കല്യാണം ഉണ്ടെന്ന്. നമ്മളന്ന് മറ്റേ കാർഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂർ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ചേട്ടന് ഡ്രസ്സൊക്കെ എടുക്കുക, ഹരി എന്നാട്ടോ പേര്, ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 9:45 ഏട്ടൻ പോയി. 9:35 വരെ എൻ്റെ ഏട്ടന് ഭയങ്കര വയ്യായിക്കായിരുന്നു. എനിക്ക് അവിടെ കിടക്കണം, തലവേദന എടുക്കണം, ഇവിടെ വേദന എടുക്കണം. 9:40 എൻ്റെ കുട്ടൻ എന്താ പറയുക ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് പോയി ഇനിയിപ്പോൾ വൈകുന്നേരം വരണ്ടാവുള്ളൂ. ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പപ്പയും കാഞ്ഞൂർ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം സത്യത്തിൽ നാളെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ഓഗസ്റ്റ് 22. അപ്പം ഞാൻ ഇന്ന് പോയിട്ട് കേക്കൊക്കെ മേടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ പപ്പയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കോ. പിന്നെ വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ ഒന്നും വാങ്ങിച്ചൊന്നും കൊടുക്കുന്നില്ല. യൂഷ്വലി ഞങ്ങൾ എന്താ പറയുക ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നായിരുന്നപ്പോഴും നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ തവണ നമ്മൾക്കൊന്നുമില്ല. അപ്പോൾ അടുത്ത വർഷം ഇൻഷാല്ലാ ഞാൻ അടിപൊളിയായിട്ട് ആഘോഷിക്കും. അപ്പോൾ ഈ തവണ ഒരു കേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് ബിരിയാണിയും കൂടെ വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ നമ്മൾ വല്ല സിനിമയ്ക്കോ പുറത്തോ പോവായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ പപ്പയും കൂടെ പോയതുകൊണ്ട് ഞാൻ കേക്ക് മേടിക്കാൻ പോകില്ല. അപ്പോൾ നാളെ രാവിലെ സർപ്രൈസൊന്നും അല്ലാത്തത് കൊണ്ട് ഞാനും ഏട്ടനും കൂടെ പോയിട്ട് കേക്കൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞു. ഏട്ടന് പിന്നെ കേക്കൊന്നും വേണ്ട, ഏട്ടൻ ഷുഗർ കട്ടാണ്, അപ്പോൾ എനിക്ക് കേക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തോ ഇത് വലിയ കഥയൊന്നുമില്ല, ഈ കേക്കൊന്നും മുറിക്കണതില്ല. പക്ഷെ പണ്ട് മുതലേ അങ്ങനെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ മുറിച്ച് ശീലിച്ച് വന്നുകൊണ്ട് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ അങ്ങനെ നാളെ രാവിലെ പോയിട്ട് നമ്മൾ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദുബായിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഏട്ടനെ നൈറ്റ് ആയതുകൊണ്ട് എന്താ പറയുക കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ശരിക്കും സർപ്രൈസ് കൊടുത്തായിരുന്നു. ഞാൻ ഏട്ടൻ വരണേക്കാട്ടിലും മുന്നേ റൂമൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷം നമ്മൾ പൊളിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക ഇന്ന് കഴിഞ്ഞ ദിവസം ഹാളായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡൈനിങ് ഏരിയ ആയിരുന്നു എൻ്റെ ക്ലീനിങ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ടേബിളും സംഭവങ്ങളൊക്കെ തുടച്ചു. അവിടെ വാഷ് ബേസിൻ്റെ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളും എന്താ പറയുക ടർക്കി സംഭവങ്ങളൊക്കെ മാറ്റി എല്ലാം കൂടെ മാറ്റിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ കറുമുറ ഐറ്റംസൊക്കെ ഇല്ലേ, ഞാൻ മിക്കപ്പോഴും അലമാരയുടെ ഉള്ളിൽ പാത്രം കയറ്റി വയ്ക്കും. എൻ്റെ അപ്പം കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കും. എനിക്കങ്ങനെ ടേബിളിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്ന കാണുന്നത് എനിക്ക് കലിയാണ്. പക്ഷേ ഇങ്ങനെ പപ്പ ഓരോന്ന് എടുക്കും, പിന്നെയും ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഞാനത് അലമാരയുടെ ഉള്ളിലേക്ക് കയറ്റും, പിന്നെയും പപ്പ കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ഡപ്പ അവിടെ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത സമയത്ത് അതൊക്കെ കൂടെ തൂത്ത് മാറ്റി. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല ഒരു വീഡിയോയിൽ, ഈ ഒരു ടേബിളിൻ്റെ ചോട്ടിലാണ് നമ്മളുടെ പല്ലിക്കുട്ടന്മാരുടെ വക പരിപാടികൾ. അത് എൻ്റെ പൊന്നി എല്ലാ ദിവസവും തൂത്താലും ആ സാധനം വരും. അവർ രാത്രി ആയിരിക്കുമല്ലോ സഞ്ചാരത്തിന് ഇറങ്ങണത്. എന്തോ
അതാണെങ്കിൽ അങ്ങനെ കട്ട പിടിച്ച് അവിടെ ഇരിക്കും. നമ്മൾ ഈ കോലും വെച്ചിട്ട് കുത്തി 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 എത്ര കഷ്ടപ്പെട്ടാലെന്നറിയോ ആ സാധനം നമുക്ക് തൂത്ത് വൃത്തിയാക്കാൻ പറ്റുക. എനിക്കറിയാൻ പാടില്ല, ഡൈനിങ് ഏരിയയിൽ ഈ ഒരു ടേബിളും ഉണ്ട്, പിന്നെ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ഈ 2 ടേബിളിൻ്റെയും ചോട്ടിൽ എല്ലാ ദിവസവും ഇതാണ് മേടി ഇങ്ങനെ കറുത്ത് കിടക്കും. ഇപ്പം ഒരാഴ്ച നമ്മൾ അവിടെ തുടച്ചില്ല എന്ന് വിചാരിച്ചു, പിന്നെ അതിങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ് ആ സാധനം തൂത്ത് കളയാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇട്ട സംഭവം നാളെ തൂക്കാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ എന്താ പറയുക, തൂക്കണ കോലില്ലേ, ആ കോല് വെച്ചിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് തൂത്താലാണ് ആ സംഭവം വരുള്ളൂ. പിന്നെ ഇന്നാണെങ്കിൽ കറണ്ടും വന്നും പോയും കൊണ്ടേ ഇരിക്കണമായിരുന്നു. എന്താണാവും ഇപ്പം മറ്റേ ന്യൂസിലൊക്കെ കാണാറില്ലേ, കറണ്ടിൻ്റെ സംഭവങ്ങൾ എന്തോ അവർ റെഗുലേഷൻ എന്തൊക്കെയോ നടത്തണമെന്നുള്ളത്, അതിൻ്റെയാണോ എന്തോന്നു പോയും വന്നും ഒക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് പണികളൊന്നും വരാനില്ല. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഞാൻ ആദ്യം ഇത് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഫ്രിഡ്ജും കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 1-2 ആഴ്ച മുന്നേ നമ്മൾ തുടച്ചാണെന്ന് തോന്നണം. അപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെ അതിൽ അഴുക്കൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് വിട്ടു. അപ്പോൾ തൂത്തൊക്കെ ഇട്ടു. പക്ഷേ ഈ തുടച്ചാലൊക്കെ എന്താ കാര്യം എന്നറിയോ, മറ്റേ ആ ഒരു പെട്ടെന്ന് തന്നെ അങ്ങ് പൊടി പിടിക്കുവാണ്. ഈ എപ്പോഴും എല്ലാവരും ഈ പുറത്തിറങ്ങി നടക്കണോണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചവിട്ടി കൂട്ടി വേഗം തന്നെ ചെളിയും പൊടിയൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ തുടച്ചിട്ടിട്ട് പിന്നെ ആ ദിവസം തന്നെ എനിക്ക് അതിൽ ചെളി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും കലിയൊക്കെ കൂടെ വരും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെ എപ്പോഴെപ്പോഴും പുറത്ത് പോവുക, പപ്പയാണെങ്കിലും പറമ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, കറി ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കുഞ്ഞി ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ ഏട്ടന് കഞ്ഞിയൊക്കെ വെച്ചിട്ട്, ഏട്ടൻ കഞ്ഞി കുടിച്ചില്ല, പൂരി കണ്ടപ്പോൾ ഏട്ടന് പൂരി വേണമെന്ന് പറഞ്ഞിട്ട് പൂരി കഴിച്ചു. അപ്പം നമുക്ക് കഞ്ഞി ഇരിക്കുന്നുണ്ട്, ചോറ് ഇരിക്കുന്നുണ്ട്, ബീഫിൻ്റെ കറി ഇരിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ചമ്മന്തിയും കൂടെ കുറച്ച് കഴിയുമ്പോൾ ആക്കും. അപ്പം അത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അണച്ചു. അപ്പം കുറച്ച് നേരം റെസ്റ്റ്.